സംസ്ഥാന ബജറ്റിൽ കെഎസ്ആർടിസിയെ പൂർണ്ണമായി അവഗണിച്ചെന്ന് പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകൾ. ബഡ്ജറ്റിൽ അനുവദിച്ച തുക കൊണ്ട് കെഎസ്ആർടിസിയിൽ ഒന്നും ചെയ്യാനാകില്ലെന്ന് ടിഡിഎഫ് ആരോപിച്ചു. തൊഴിലാളികൾക്ക് ഗുണകരമായ ഒന്നും ബജറ്റിലില്ലെന്ന് ബിഎംഎസ് കുറ്റപ്പെടുത്തി. കെഎസ്ആർടിസിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പ്രഖ്യാപനമല്ല ബഡ്ജറ്റിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് തൊഴിലാളി യൂണിയനുകൾ വിലയിരുത്തുന്നത്. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 128 കോടി രൂപ കൊണ്ട് ഒന്നും ചെയ്യാനാകില്ല. വരുന്ന 3 വർഷം 1000 ഡീസൽ ബസ്സെങ്കിലും കെഎസ്ആർടിസി വാങ്ങേണ്ടതുണ്ട്. ഡീസൽ ബസ് വാങ്ങാൻ വകയിരുത്തിയ തുക കൊണ്ട് ഇത് സാധ്യമാകില്ലെന്നും യൂണിയനുകൾ പറയുന്നു. പ്രതീക്ഷ അവസാനിക്കുന്ന പ്രഖ്യാപനം മാത്രമാണ് ബഡ്ജറ്റിൽ ഉണ്ടായതെന്ന് കെഎസ്ആർടിസി എംപ്ലോയീസ് സംഘ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് അജയ്കുമാർ പറഞ്ഞു. ഈ ബഡ്ജറ്റ് മാത്രമല്ല, കഴിഞ്ഞുപോയ ബഡ്ജറ്റുകളെല്ലാം കെഎസ്ആർടിസി അവഗണിച്ചു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ പറയുന്നത് പ്രഖ്യാപനങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും അപ്പുറത്ത് നടപടികളാണ് വേണ്ടത്. ആ നടപടികൾ എടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തെ രക്ഷിക്കണം. ഇത് ഒരു കൂട്ടം തൊഴിലാളികൾക്കുള്ളതല്ല, ഇത് പൊതുസമൂഹത്തിൻ്റെയും കൂടി വേണ്ടിയുള്ളതാണ്. ബഡ്ജറ്റ് പ്രഖ്യാപനത്തോടെ തൊഴിലാളികളെ കബളിപ്പിച്ചെന്ന് ടിഡിഎഫും കുറ്റപ്പെടുത്തി. കെഎസ്ആർടിസി സംബന്ധിച്ച് തൊഴിലാളികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ നിരാശാജനകമായൊരു ബഡ്ജറ്റായിരുന്നു. കാരണം വണ്ടികൾ വാങ്ങാൻ ഞങ്ങൾക്ക് കൂടുതൽ തുക അനുവദിച്ചില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ തുടങ്ങി വച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പൈസ അനുവദിച്ചില്ല. അത് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി അനുവദിച്ചില്ല. ഞങ്ങൾ വളരെയേറെ പ്രതീക്ഷയുണ്ടായിരുന്നു. ശമ്പളവും മറ്റു കുടിശ്ശികകൾക്കും കൃത്യമായി നൽകാൻ നടപടി ഉണ്ടാകണമെന്നും യൂണിയനുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ബഡ്ജറ്റിൽ കെഎസ്ആർടിസിക്ക് 128.92 കോടി രൂപയാണ് അനുവദിച്ചത്. പുതിയ BS6 ഡീസൽ ബസ്സുകൾ വാങ്ങാൻ 92 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ശമ്പളത്തിനും പെൻഷനും വേണ്ടി നിരവധി തവണ കെഎസ്ആർടിസി മാനേജ്മെന്റ് സർക്കാരിന് മുമ്പിൽ കൈനീട്ടിട്ടുള്ളതാണ്. പക്ഷേ ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നപ്പോഴും കെഎസ്ആർടിസിക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രതിസന്ധി എന്ന് അവസാനിക്കുമെന്നതാണ് തൊഴിലാളി യൂണിയനുകൾ ചോദിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അനൂജ നോവറിനൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.